നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 30 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. ആചാരാനുഷ്ഠാനങ്ങളിലും ഈശ്വര കാര്യങ്ങളിലും താല്പര്യം വർദ്ധിക്കുന്ന ദിവസമാണിത്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള അവസരങ്ങൾ വന്നുചേരും. രുചികരമായ ഭക്ഷണം ആസ്വദിക്കാനും ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും ഇന്ന് ഉണ്ടാകുക. മധ്യാഹ്നം വരെ മാനസികമായും സാമ്പത്തികമായും ചില വെല്ലുവിളികൾ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ സായാഹ്നത്തോടെ സാഹചര്യങ്ങൾ അനുകൂലമായി മാറുകയും ആശ്വാസം ലഭിക്കുകയും ചെയ്യും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നഷ്ടങ്ങൾ സംഭവിക്കാതെ ജാഗ്രത പാലിക്കണം. വരുമാനക്കുറവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അലട്ടിയേക്കാം. ലഹരി വസ്തുക്കളോടുള്ള താല്പര്യം ദോഷകരമായി ബാധിക്കാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കുക. ഭക്ഷണകാര്യങ്ങളിൽ ശുചിത്വം പാലിച്ചില്ലെങ്കിൽ ഭക്ഷ്യവിഷബാധയ്ക്ക് സാധ്യതയുണ്ട്. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഈ ദിവസം മിശ്ര ഫലങ്ങളാണ് നൽകുന്നത്. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ മനസ്സന്തോഷവും ആരോഗ്യപരമായ ഉണർവും അനുഭവപ്പെടും. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങളിൽ തടസ്സങ്ങൾ നേരിടാൻ സാധ്യതയുള്ളതിനാൽ പ്രധാനപ്പെട്ട ജോലികൾ നേരത്തെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. വിദേശയാത്രയ്ക്കോ വിദേശത്ത് ജോലി ലഭിക്കാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണിത്. എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലും കുടുംബജീവിതത്തിലും ചില ഏറ്റക്കുറച്ചിലുകൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. പങ്കാളിയുമായുള്ള ആശയവിനിമയത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. ദിവസത്തിന്റെ ആദ്യ പകുതിയിൽ അനാവശ്യ ചെലവുകളും ആരോഗ്യപരമായ ക്ഷീണവും അനുഭവപ്പെട്ടേക്കാം. എന്നാൽ സായാഹ്നം മുതൽ കാര്യങ്ങൾ അനുകൂലമായി മാറും. എല്ലാ പ്രവർത്തനങ്ങളിലും പുതിയ ഉത്സാഹവും ആത്മവിശ്വാസവും പ്രകടമാകും. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. മധ്യാഹ്നം വരെ തൊഴിൽ വിജയവും സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം ബിസിനസ്സിൽ തിരിച്ചടികൾക്കോ അപ്രതീക്ഷിത തടസ്സങ്ങൾക്കോ സാധ്യത കാണുന്നു. നല്ല ഉദ്ദേശത്തോടെ ചെയ്യുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടേക്കാം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പദവികളിൽ ഉയർച്ചയും അംഗീകാരവും ലഭിക്കുന്ന ശുഭദിനമാണിത്. ദീർഘനാളായി സന്താന ഭാഗ്യത്തിനായി കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ കേൾക്കാൻ യോഗമുണ്ട്. കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിലനിൽക്കും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. കുടുംബസമേതം വിദേശത്ത് താമസിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനായുള്ള അനുകൂല തീരുമാനങ്ങൾ ലഭിക്കും. തൊഴിൽ വിജയത്തോടൊപ്പം കീർത്തിയും സാമ്പത്തിക നേട്ടവും കൈവരും. വിവാഹ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകുന്ന സമയമാണിത്. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ ആവശ്യമാണ്. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാൻ ഇടയുണ്ട്. ആരോഗ്യപരമായ വെല്ലുവിളികളോ തൊഴിൽപരമായ സമ്മർദ്ദങ്ങളോ അനുഭവപ്പെട്ടേക്കാം. മനസ്സാന്നിധ്യത്തോടെ പ്രതിസന്ധികളെ നേരിടുക. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. വിവാഹ കാര്യങ്ങളിൽ നിലനിന്നിരുന്ന തടസ്സങ്ങൾ നീങ്ങാൻ ഈ സമയം സഹായകമാകും. പുതിയ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കുക. അല്ലാത്തപക്ഷം ദോഷാനുഭവങ്ങൾ ഉണ്ടായേക്കാം. ആലോചനയോടുള്ള തീരുമാനങ്ങൾ ഗുണം ചെയ്യും. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. സമൂഹത്തിൽ നഷ്ടപ്പെട്ട പ്രശസ്തി തിരിച്ചുപിടിക്കാൻ സാധിക്കുന്ന ദിവസമാണിത്. സാമ്പത്തിക നേട്ടത്തോടൊപ്പം വാഹനഭാഗ്യവും കീർത്തിയും തേടിയെത്തും. കർമ്മമേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാനും സ്ഥാനക്കയറ്റത്തിനും സാധ്യത കാണുന്നു. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.